ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങൾ കാണുന്നു. തത്സമയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അവർ പറഞ്ഞ ഓരോ വാക്കും പൊതുവെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് അത്തരം നിലപാടുകൾക്ക് സ്ഥിരീകരണം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങേയറ്റത്തെ ജനവിരുദ്ധ നിലപാടുകൾ ഉയർത്താനാണ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥികളെ പോലും വ്യക്തിപരമായി ആക്ഷേപിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിനുള്ള സംഘടിതമായ ശ്രമം നടത്തുകയുണ്ടായി. ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഞാനതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പൊതു രാഷ്ട്രീയ നിലപാട് ഉയർത്താനാണ് ശ്രമിച്ചത്. മണ്ഡലത്തിൽ വ്യാപകമായ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അപ്പോഴും ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ബോധ്യമാകും. ഞാൻ തന്നെ പറഞ്ഞു, 1950 കോടി രൂപയുടെ വികസന പ്രവർത്തനം പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ വെറുതെയാണ്. സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിഷ്കരണം, ആരോഗ്യ മേഖലയുടെ മാറ്റം, പാലങ്ങൾ, റോഡുകൾ, പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. ഇത് പേരാമ്പ്ര മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഇതാണ് അനുഭവം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് LDF ഗവൺമെൻറ് പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ അവഗണിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ഇതെല്ലാം ജനങ്ങൾ മുമ്പിലുള്ള അനുഭവമാണ്. ഞാൻ ഇന്നലെ TP രാമകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.